മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. കർത്താവിൻ്റെ ഇടയനാവുന്ന എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചവിരിച്ച പുൽത്തകിടികളിലൂടെ അവിടെ നിന്ന് എന്നെ നയിക്കും. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് എന്നെ നയിക്കും. പ്രിയപ്പെട്ടവരെ, പുതിയൊരു പ്രഭാതത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഇടയനായ, നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാത വിരുന്ന് ആരംഭിക്കാം. ദൈവം നമ്മെ എല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, ഒരു പുതിയ പ്രഭാതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒത്തിരിയേറെ കൃപകളാണ് ഈശോ നമുക്ക് നൽകുക. നല്ലൊരു രാത്രി നമുക്ക് ആവശ്യത്തിന് വിശ്രമം നൽകി, പ്രഭാതത്തിൽ നമ്മൾ ഉണർത്തി. ഇന്നത്തെ ദിവസത്തിൻ്റെ വ്യഗ്രതകളിലേക്ക് നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട്, കർത്താവിന് നന്ദി പറയുവാനായിട്ട് ഈശോ നമുക്കൊരു അവസരം തന്നിരിക്കുകയാണ്. നമുക്ക് കർത്താവിനോട് കൂടെ ആയിരിക്കാം, കർത്താവിന് നന്ദി പറയാം. ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ ദാനമായ ഈ ലോകത്തിന് അല്പം കൂടി സൗന്ദര്യം കൊടുക്കുവാനും ദൈവം നമ്മളെ ഓരോരുത്തരെയും ഉപകരണമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള കരുതൽ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. അമ്മ ഈശോയെ കൈപിടിച്ച് നടത്തിയതുപോലെ, അമ്മ ഈശോയെ വളർത്തിയതുപോലെ നമ്മെ ചേർത്ത് പിടിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണം നമുക്ക് യാചിക്കാം. അമ്മയുടെ കരങ്ങളിലേക്ക് ഇന്നത്തെ നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും സമർപ്പിക്കാം. നമ്മളെ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാനായിട്ട് അമ്മയുടെ പക്കൽ നമുക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ കാനായിൽ ആ ഒരു വീട്ടിൽ ഒരാവശ്യം വന്നപ്പോൾ പറയാതെ പോലും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് തമ്പുരാൻ്റെ പക്കൽ പോയി നിർബന്ധിച്ച് കാര്യം നടത്തിക്കൊടുത്ത അമ്മ നമ്മുടെ കൂടെ നിന്നുണ്ടാവട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ അത് ഉണർത്തി നമുക്ക് ആവശ്യമായതെല്ലാം തരുവാനായിട്ട് അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ആ ഒരു സംരക്ഷണം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു ശുശ്രൂഷയ്ക്ക് നിയോഗമായിട്ട് കർത്താവ് പേര് ചൊല്ലി വിളിക്കുന്ന എല്ലാവരെയും, ദൈവവിളി സ്വീകരിക്കുന്ന സകല മനുഷ്യരെയും, അത് വൈദിക ജീവിതത്തിലേക്കായിക്കോട്ടെ, സമർപ്പണ ജീവിതത്തിലേക്കായിക്കോട്ടെ, അത് കുടുംബജീവിതമാകുന്നുള്ള ഒരു ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വിളിയായിക്കോട്ടെ, ദൈവവിളി സ്വീകരിക്കുന്ന സകലർക്കും അവരുടെ വിളിയുടെ മഹത്വം മനസ്സിലാക്കുവാനായിട്ട്, അവർക്ക് ദൈവം നൽകുന്ന ജീവിത അന്തസ്സിൻ്റെ ആ കടമകൾ മനസ്സിലാക്കുവാനായിട്ട്, അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് ദൈവം കൃപ കൊടുക്കട്ടെ. ഇതൊരു നിയോഗമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, തിരുവചനം ശ്രവിക്കുവാനായിട്ട് നമ്മുടെ മനസ്സിനെയും നമ്മുടെ കാതിനെയും എല്ലാം ഒരുക്കാൻ നമുക്ക് കർത്താവിൻ്റെ ശക്തമായ സംരക്ഷണം നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ നമ്മിലേക്ക് ഇറങ്ങി വരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് ആ വചനം അന്നത്തെ ആ ജനം കേട്ടപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ച അനുഭവങ്ങൾ നമുക്കറിയാം. അവിടുത്തെ വചനം കേട്ട ഒരമ്മ എഴുന്നേറ്റ് എന്ന് വിളിച്ച് പറഞ്ഞ വചനങ്ങൾ, നിനക്ക് ജന്മം നൽകുവാൻ ഭാഗ്യം ലഭിച്ച അമ്മ എത്ര അനുഗ്രഹീതയാണ് എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ കൃപയാൽ നിറയുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും
ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തിരുവചനം ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകിട്ടുപോയാൽ ഉപ്പിനെങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ ഈശോ നമ്മോട് പറയുന്നത് നിങ്ങൾ ഉപ്പാകണം അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശമാകണമെന്നല്ല, മറിച്ച് നമ്മെ സൃഷ്ടിച്ചവൻ, അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാക്കപ്പെടുന്നതിന് മുമ്പേ നമ്മെ തിരിച്ചറിഞ്ഞവൻ, സ്വന്തം ഉള്ളം കയ്യിൽ നമ്മുടെ പേര് എഴുതി വച്ചിരിക്കുന്നവൻ, നമ്മുടെ സൃഷ്ടാവായ ഈശോ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി, നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുകയാണ്, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്, നീ ഭൂമിയുടെ ഉപ്പാണ്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മുടെ മാതാപിതാക്കളാവാം, ഒരുപക്ഷെ നമ്മുടെ അധ്യാപകരാവാം, നമ്മുടെ സഹപ്രവർത്തകരാകാം, നമ്മുടെ കൂട്ടുകാരാവാം. അവരെല്ലാം പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഒന്നിനും കൊള്ളാത്തവർ, ഉപകാരമില്ലാത്തവർ, പാഴ്ജന്മങ്ങൾ, ഒത്തിരിയേറെ മുഖമുദ്രകൾ ചിലപ്പോൾ നമ്മുടെ മേൽ അവർ ചാർത്തിയിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ നമ്മൾ സൃഷ്ടിച്ചവൻ നമുക്ക് നൽകുന്ന വ്യക്തമായ ഒരടയാളമുണ്ട്, അല്ലെങ്കിൽ ഒരു പേരുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഇത് നമ്മുടെ സൃഷ്ടിച്ചവൻ നമുക്ക് നൽകുന്ന പേരാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. എൻ്റെ സൃഷ്ടാവിന്, എൻ്റെ ദൈവത്തിന് ഞാൻ ഉപ്പാണെങ്കിൽ, ഞാൻ പ്രകാശമാണെങ്കിൽ മറ്റുള്ളവരെന്തും പറഞ്ഞുകൊള്ളട്ടെ, എനിക്കതൊരു പ്രശ്നമില്ല. ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഞാൻ ദൈവം ഈ ലോകത്തിന് നൽകിയിട്ടുള്ള പ്രകാശമാണ്. ഈ ഒരു ബോധ്യത്തോടു കൂടെ നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. 2 കാര്യങ്ങളാണ് ഈശോ പറയുക. ഒന്നാമതായിട്ട് നമ്മോട് പറയുകയാണ്, നീ ഭൂമിയുടെ ഉപ്പാണ്. ഈശോ ഈ വചനം പറയുന്ന ആ കാലഘട്ടങ്ങളിൽ 2000 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഉപ്പ് അത് ഒരു സംരക്ഷണത്തിൻ്റെ ഒരടയാളമാണ്. നമുക്കറിയാം, ഇന്ന് നമുക്ക് ഫ്രിഡ്ജും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വസ്തുക്കൾ കേടുവരാതെയൊക്കെ സൂക്ഷിക്കുവാനായിട്ട്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഉപ്പാണ് സംരക്ഷണം കൊടുക്കുക. കേടുവരാതെ സൂക്ഷിക്കുന്നത് ഉപ്പ് കൊണ്ടാണ്. നമുക്കറിയാം, ഉണക്കമീൻ നമ്മൾ സൂക്ഷിക്കുന്നത് ഉപ്പിട്ടാണ്. ഉപ്പ് മാങ്ങ നമുക്ക് പരിചിതമാണ്. വസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ്, ഒന്നാമതായിട്ട്. അങ്ങനെയെങ്കിൽ ഈശോ ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്, നീ ഉപ്പാണെന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ ഉപ്പാണ്. മറ്റുള്ളവരെ സംരക്ഷിക്കുവാനായിട്ട്, മറ്റുള്ളവരെ കേടുവരാതെ സൂക്ഷിക്കുവാനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിക്കാൻ പോകുന്ന ഉപ്പാണ് നമ്മൾ. നമ്മിലൂടെ കർത്താവിന് പലർക്കും പുതുജീവൻ നൽകേണ്ട ആവശ്യമുണ്ട്. നമ്മൾ കർത്താവിൻ്റെ ഉപകരണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിത്രം കൊണ്ടുവരാം. ഉപ്പ് സംരക്ഷണം നൽകുന്ന ഒരു വസ്തുവാണ്. ഉപ്പൊരു വസ്തു ചീഞ്ഞു പോവാതെ സൂക്ഷിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നൊരു വസ്തുവാണ്. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ ഇന്ന് ഈ പ്രഭാതം നൽകി അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവർ കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് ഒരു പ്രതീക്ഷ പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ്. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ദൈവത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എന്നെ അങ്ങയുടെ ഉപകരണമാക്കണമേ, അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്നെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം. വീണ്ടും നമ്മൾ ഉപ്പിലേക്ക് വരികയാണെങ്കിൽ, ഉപ്പ് രുചി പകരുന്ന ഒരു വസ്തുവാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നത്.
നമ്മുടെ കറികൾക്ക്, നമ്മുടെ ചോറിനെല്ലാം രുചി പകരുന്നത് ഉപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈശോ നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക് കൂടുതൽ രുചി പകരുവാനായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈശോ നമ്മൾ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഉപകരണമാണ് ഈ ഭൂമിയെ മനോഹരമാക്കുവാനായിട്ട്, ഈ ഭൂമിയെ കൂടുതൽ സ്വാദിഷ്ടമാക്കുവാനായിട്ട്, ഈ ഭൂമിയെ കൂടുതൽ ഫലവത്താക്കുവാനായിട്ട് നിങ്ങൾ എൻ്റെ ഉപകരണമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മയോർത്ത് തന്നെ ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ വലിയൊരു ഉത്തരവാദിത്വം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് രുചി പകരേണ്ടവരാണ് നമ്മൾ. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും പുത്തൻ പ്രതീക്ഷ കൊടുക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട്, നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അല്പം കൂടി സ്വാദിഷ്ടമാക്കുവാനായിട്ട്, അല്പം കൂടി സുന്ദരമാക്കുവാനായിട്ടുള്ള കടമ നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഈശോ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. അത് ഈ ദിവസം കൊണ്ട് നമുക്ക് സാധിക്കുന്നിടത്തോളം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട്, അവർക്ക് പുത്തൻ പ്രതീക്ഷ കൊടുക്കുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഉപ്പിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കറിയാം, ഉപ്പ് സ്വയം അങ്ങോട്ട് ഇല്ലാതായി കടന്നു ചെല്ലുന്നിടത്ത് കൂടുതൽ രുചി കൊടുക്കുകയാണ്, സ്വയം അപ്രത്യക്ഷമാവുകയാണ്. തന്നിലേക്ക് ഒരു ശ്രദ്ധയും ആവശ്യമില്ല, പക്ഷേ തൻ്റെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. ഒരു കറിയിൽ അല്പം ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പിലേക്കല്ല ആരും ശ്രദ്ധിക്കുക, സ്വാദിഷ്ടമായ ആ കറി സന്തോഷത്തോടെ കഴിച്ചുകൊണ്ട് ആ കറിയെ മഹത്വപ്പെടുത്തുന്നു, അല്ലെങ്കിൽ കറി രൂപപ്പെടുത്തിയ വ്യക്തിയെ മഹത്വപ്പെടുത്തുകയാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ആരും അറിയാതെ സ്വയം ശൂന്യമായി സ്വന്തം രൂപം തന്നെ നഷ്ടപ്പെടുത്തി ആ രുചി പകർന്ന ഉപ്പിനെ പലരും ശ്രദ്ധിക്കാറില്ല. ഈശോ പറയുന്നത് അത് തന്നെയാണ്. നിൻ്റെ ഇന്നത്തെ ജീവിതം കൊണ്ട് നീ സ്വയം ഇല്ലാതായി മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടട്ടെ. നിൻ്റെ സാന്നിധ്യം കൊണ്ട്, നിൻ്റെ വാക്കുകൾ കൊണ്ട്, നിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ മനോഹാരിത ഉണ്ടാകട്ടെ. നീ സ്വയം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാതെ, എല്ലാവരുടെ ശ്രദ്ധ എന്നിലേക്ക് വേണമെന്നുള്ള ചിന്ത മാറ്റിക്കളഞ്ഞുകൊണ്ട്, എല്ലാവരും എന്നെ പ്രശംസിക്കണം, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കണം എന്നുള്ള വാശി വെടിഞ്ഞുകൊണ്ട് ഉപ്പിൽ നിന്ന് നീ പഠിക്കുക. സ്വയം രൂപം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ മനോഹരമാക്കി മാറ്റുന്നു. ഈശോ പറയുകയാണ്, നീ ഇന്ന് എൻ്റെ ഉപ്പായി മാറണം. നീ വഴിയായിട്ട് ഈ ലോകം കൂടുതൽ മഹത്വപ്പെടണം. നീ വഴിയായിട്ട് നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് കൂടുതൽ മഹത്വമുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപ്പായി മാറിക്കൊണ്ട് നമ്മുടെ തന്നെ ജീവിതം അർത്ഥവത്താക്കാം. നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ കുടുംബം, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവർക്കും കൂടുതൽ മഹത്വമുണ്ടാകുവാനായിട്ട് ഇടയാകുവാൻ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ചുറ്റുപാട് മുഴുവനും കൂടുതൽ മനോഹരമാകുവാനായിട്ട്, സ്വാദിഷ്ടമാകുവാനായിട്ട്, സൗരഭ്യം നിറഞ്ഞതാകുവാനായിട്ട് നമുക്ക് ഉപ്പായി മാറാം. ഉപ്പിനെപ്പോലെ സ്വയം മറന്ന് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രകാശം കൊടുത്ത് ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈ ദിവസം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഈശോ നമ്മോട് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. നമുക്കറിയാം, പ്രകാശം എന്ന് പറയുമ്പോൾ അത് വഴി നടത്തുന്ന ഒരു വസ്തുവാണ്, മറ്റുള്ളവർക്ക് വഴി കാട്ടിക്കൊടുക്കുന്ന ഒരവസ്ഥയാണ്. ഈശോ നമ്മോട് പറയുകയാണ്, നിന്നെ ഞാൻ ഈ ലോകത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് വഴികാട്ടിയാകുവാൻ വേണ്ടിയാണ്. മറ്റുള്ളവരുടെ വഴികൾ അത് കൂടുതൽ സുന്ദരമാകുവാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. നമുക്ക് പ്രകാശമായി മാറാം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അത് കൂടുതൽ ഉപകാരപ്പെടട്ടെ. അവരുടെ വഴികൾ കൂടുതൽ പ്രകാശം നിറഞ്ഞതാവട്ടെ. അതിന് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട്, പ്രകാശം അന്ധകാരത്തെ അകറ്റുന്നു. എത്ര കൂരിട്ടാണെങ്കിലും ഒരു മെഴുകുതിരി അവിടെ കത്തിച്ചു വെച്ചാൽ അന്ധകാരം അകലുകയാണ്. ഈശോ നമ്മോട് പറയുകയാണ്, ഈ ലോകത്തിൽ ചുറ്റുപാടും അന്ധകാരമാണെന്ന് ലോകം വിലപിക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് വിലപിക്കുവാനോ പരിതപിക്കുവാനോ അല്ല നിന്നെ ഞാൻ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്, മറിച്ച് അവിടെ ഒരു മെഴുകുതിരി വെട്ടമാകുവാൻ വേണ്ടിയാണ്. പ്രകാശം അന്ധകാരത്തെ അകറ്റുന്നു.
ആവുന്ന വിധത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിൻ്റെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ള വ്യക്തികളുടെ ജീവിതം കൂടുതൽ പ്രകാശമാനമാക്കുവാനായിട്ട് ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈ അവസരത്തിൽ നമുക്ക് കണ്ണുകൾ അടച്ച് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് നൽകിയ വലിയ ദാനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചു. ഞങ്ങൾ ഉപ്പാണ്, ഞങ്ങൾ പ്രകാശമാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി. ആ ഉപ്പിൻ്റെയും ആ പ്രകാശത്തിൻ്റെയും ജീവിതം നയിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാക്കുവാനായിട്ട് ത്രിത്വേക ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ട് ഉപ്പായി പ്രകാശമായി ഈ ലോകത്തുനിന്ന് കടന്നുപോയി. സ്വയം ശൂന്യമായി മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രകാശം പരത്തി മറ്റുള്ളവരുടെ ജീവിതത്തെ കൂടുതൽ മാധുര്യമേറിയതാക്കി. ഞങ്ങളെയും ഇന്നത്തെ ദിവസം കൂടുതൽ നന്മ ചെയ്യുവാൻ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥ അപേക്ഷിക്കണമേ. സ്വർഗത്തിലെ അനേകവൃന്ദം മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേക മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് മരിയൻ കൂടാരങ്ങളിലിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും നമുക്ക് ഓർക്കാം. അവരുടെ പ്രാർത്ഥനയാണ് നമുക്ക് ശക്തി പകരുക. അവരുടെ പ്രാർത്ഥന മൂലമാണ് ഈ ഒരു ശുശ്രൂഷ ഭംഗിയായിട്ട് നടക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കടമയുണ്ട്. പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അവരെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ഒരു പ്രോഗ്രാമിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും, നമ്മുടെ ഗുഡ്നസ് TV, നമ്മുടെ ഡിവൈൻ ധ്യാനകേന്ദ്രം, പ്രത്യേകിച്ച് ഈ പ്രഭാത വിരുന്ന് അണിയിച്ചൊരുക്കുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബത്തെയും എല്ലാം ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാവരും തന്നെ ഇന്ന് ഒരു ജപമാല ചൊല്ലി ഈ ഒരു നിയോഗത്തിനായിട്ട് സമർപ്പിക്കാം. ഈ ഒരു പ്രഭാത വിരുന്ന് ഒത്തിരിയേറെ മക്കളിൽ കടന്നു ചെല്ലുവാനായിട്ട്, ഈ വിരുന്നിലൂടെ ഒത്തിരിയേറെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് ഇടയാകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒരു ജപമാല ചൊല്ലി ഈ നിയോഗത്തിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. തിരുവീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറുംഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന
നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം,
അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്, രഹസ്യമെന്ത്, രഹസ്യമെന്ത്? പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്ന് പരിശുദ്ധ മാർപ്പാപ്പയോടും എല്ലാ മെത്രാന്മാരോടും എല്ലാ വൈദികരോടും എല്ലാ സമർപ്പിതരോടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രേക്ഷിതരോടും എല്ലാ ആത്മായ സഹോദരങ്ങളോടും എല്ലാം ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ദൈവകൃപ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.